എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 പേർക്കുള്ള ഒരു മറുപടിയാണ്. വിഷയം രേണുസുതി തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഞാൻ ഒരു നിർബന്ധവും പറയില്ല. കാരണം ഇതിൽ ഒരാളുടെ അദ്ദേഹം ഒരു അഭിപ്രായം ചോദിച്ചതിൻ്റെ പേരിൽ പറയുന്നതാണ്. രണ്ടാമത്തത് ചോദിച്ച് വാങ്ങുന്ന മറുപടി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് നമ്മുടെ വാലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. പക്ഷേ അവർ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ട് എന്നെ ചില വാക്കുകൾ അല്ലെങ്കിൽ പേരുകൾ പറഞ്ഞ് അഭിസംബോധന ചെയ്തു. അപ്പോൾ അതേക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അല്ലാണ്ട് ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. നമ്മൾ ചോദിച്ചതിനോ നമ്മൾ പറഞ്ഞതിനോ ഒന്നും അല്ല അവർ മറുപടി പറയുന്നത്. അവരെന്തൊക്കെയോ വന്നിട്ട് സംസാരിക്കുന്നു. ശരിക്കും മിനിഞ്ഞാന്ന് അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബിഷപ്പിനെ കൊണ്ട് നിനക്ക് രേണുസുതിക്ക് എതിരായിട്ട് പറയിപ്പിക്കാൻ പറ്റുമോ? ബിഷപ്പ് 7 മാസം മുൻപ് കൊടുത്ത വീഡിയോ വെച്ചിട്ട് 2 ദിവസം മുന്നേ അതിൻ്റെ ഒരു ക്ലിപ്പ്, ഒരു 6 മിനിറ്റ് വരുന്ന ക്ലിപ്പ് ആ ചാനലിൽ പുറത്ത് വിട്ടപ്പോൾ അതെടുത്ത് വെച്ചിട്ട് അവർ സംസാരിച്ചപ്പോൾ അതിനകത്ത് ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇവരതിനെ ബിഷപ്പിന് അനുകൂലമായിട്ട് സംസാരിച്ചു. ബിഷപ്പിനോട് മാപ്പ് പറയുന്നു, കുറ്റബോധം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതൊക്കെ നല്ല കാര്യം. അപ്പോൾ നമ്മളതിനകത്ത് നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ? ഈ വീഡിയോയിൽ വന്ന് മാപ്പ് പറഞ്ഞതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഫോൺ ചെയ്തിട്ട് മാപ്പ് പറയാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ വീഡിയോയ്ക്കകത്ത് അവർ ചോദിച്ച ചോദ്യമുണ്ട്, നിനക്ക് ബിഷപ്പിനെ കൊണ്ട് എന്തായാലും ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ, അതിനെ മാറ്റി പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ രേണുസുതിക്കും കിച്ചുവിനും ഓരോ വക്കീൽ നോട്ടീസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ബിഷപ്പ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന്. ഇനി എന്തുകൊണ്ട് ബിഷപ്പ് ഇവർക്ക് പ്രതികൂലമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വന്നിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, പകരം നിയമപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്? പല ആൾക്കാരും ഇപ്പോൾ ബിഷപ്പിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ബിഷപ്പാണോ, ഇദ്ദേഹം ഒരു പുരോഹിതനാണോ, പുരോഹിതൻ കൊടുത്ത വസ്തു തിരിച്ചു മേടിക്കാമോ, ദാനം ചെയ്തത് തിരിച്ചു മേടിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫിറോസിക്ക, നമ്മുടെ വീട് വെച്ച് കൊടുത്ത ഫിറോസിക്ക കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വരുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ രേണുസുതിയുടെ വിഷയം തൽക്കാലത്തേക്കൊന്ന് അവസാനിപ്പിക്കാതെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഫിറോസിക്കയുടെ ഈ പോസ്റ്റ് കാണുന്നത്, ഒപ്പം ഈ വാലിൻ്റെ വീഡിയോയും കാണുന്നത്. ശരിക്കും ആ വീഡിയോ ഇട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം തലേദിവസം വന്ന് സംസാരിച്ചു, അതിൻ്റെ മറുപടി എന്നോളം നോട്ടീസ് അവിടെ എത്തി, പിന്നെയും അതിൻ്റെ ബാക്കി പാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് തട്ടിയതാണ്. ഓക്കെ, അതിനകത്ത് അവർ 1-2 വാക്കുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഫിറോസിക്കയ്ക്ക് ഈ പോസ്റ്റിലൂടെ എന്താണ് കൺവേ ചെയ്യാനുള്ളതെന്ന് നോക്കാം. അതൊന്ന് വായിച്ചു നോക്കാം. ഫിറോസ് KHDEC: എൻ്റെ സംശയം ഇതാണ്. മരണപ്പെട്ടു പോയ കലാകാരൻ സുധിയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബിൾ ഫിലിപ്പ് നൽകിയ ദാനം, ആ പ്രോപ്പർട്ടി ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് ലീഗലായി നോട്ടീസ് അയച്ചതായി അറിയുന്നു. ഇതിൽ എൻ്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇതാണ്. അങ്ങനെ ആ പ്രോപ്പർട്ടി ആധാരം റദ്ദ് ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും? ബിഷപ്പ് സ്ഥലം മാത്രമല്ലേ കൊടുത്തത്? ഇപ്പോൾ ഇതിലൊരു വീടില്ലേ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു വീട് കൊടുത്തു കിട്ടിയ ചീത്തപ്പേര് പതിയെ മാറി വരികയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മളും കോടതി കയറേണ്ടി വരുമോ? ഇനി അഥവാ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തിൻ്റെ പേരിലാണെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. ഇതാണ് ഫിറോസിക്കയുടെ പോസ്റ്റ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം എല്ലാവരോടുമായിട്ടാണല്ലോ ചോദിച്ചത്. ഞാൻ ഫിറോസിക്കയോട് ചോദിക്കുകയാണ്, ഫിറോസിക്ക ഈ വീട് വെച്ച് കൊടുക്കാൻ പോയ സമയത്ത് പബ്ലിക്കിനോട് ചോദിച്ചിട്ടാണോ പോയത്? ഞാനിത് ഇങ്ങനെ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടാണോ വീട് വെച്ച് കൊടുക്കാൻ പോയത്? അതിനുശേഷം ഇതൊരു വഴക്കിലേക്ക് മാറിയപ്പോൾ, അതായത് അവിടെ ഈ പറയുന്ന ചോർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞ് രേണുസുതി വീഡിയോ ബൈറ്റ് കൊടുത്തതും അതിനുശേഷം നടന്ന കോൺട്രവേഴ്സി, ഇപ്പോൾ ഈ രണ്ടാമത് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ആരാണ്? ഒരു പക്ഷേ ഫിറോസൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. രേണുസുതി ഒരു കല്യാണക്കാരിയൊക്കെ പറഞ്ഞൊരു വീഡിയോ വന്നപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഫിറോസൊക്കെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു കല്യാണം കഴിച്ച് പോകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, പക്ഷേ ആ വീട് തിരിച്ച് തന്നിട്ട് പോണേ എന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മുതലല്ലേ ഈ കോൺട്രവേഴ്സി രണ്ടാമത് തുടങ്ങുന്നത്, ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? അവിടെ അപ്പോഴും ഈ ബിഷപ്പ് വന്ന് പറഞ്ഞിട്ടില്ല ആ സ്ഥലം എനിക്ക് തിരിച്ചു വേണം, തിരിച്ചു തരണം എന്നൊന്നും ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബിഷപ്പ് എപ്പോൾ മുതലാണ് രേണുസുതിക്ക് എഗെയിൻസ്റ്റ് ആയത്? ഇപ്പോഴും അദ്ദേഹം രേണുസുതിക്ക് എതിരായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ആകെ ഒരു വാക്ക്, രേണുസുതി സത്യമാണ് പറയുന്നതെങ്കിൽ അത് വിജയിക്കും, കള്ളമാണ് പറയുന്നതെങ്കിൽ തേഞ്ഞൊട്ടും, ഇതാണ് പറഞ്ഞത്. അതിനെയാണ് ഇന്ന് പലരും പൊക്കി പിടിച്ചുകൊണ്ട് വലിയ സംഭവമായിട്ട് കാണിക്കുന്നത്. പക്ഷേ രേണുസുതി തിരിച്ചു പറഞ്ഞ വാക്കുകളോ, അതെനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ബിഷപ്പ് ഇവിടെ ചെയ്ത തെറ്റെന്താണ്? എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ബിഷപ്പിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്? അതിന് കാരണം ബിഷപ്പിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയിട്ടാണ്. ഇപ്പോൾ ഈ പറയുന്ന വാലായിക്കോട്ടെ രേണു ആയിക്കോട്ടെ ഒരുമിച്ചിരുന്ന് ചെയ്ത വീഡിയോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്.
അതിനകത്ത് പറയുന്നത് എന്താണ്? രേണു ബിഷപ്പിനെ ഒരു വാക്ക് ചേർത്ത് സംസാരിക്കുന്നുണ്ട്. ഈ വാൽ എന്ത് ചെയ്യുന്നു? അതിനെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ വീഡിയോകളിൽ രേണു ബിഷപ്പിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ബിഷപ്പിനെ മാത്രമല്ല, രേണുവിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം രേണു അധിക്ഷേപിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പിന്നെ പലരുടെയും ചോദ്യമാണ്, ബിഷപ്പ് എന്തുകൊണ്ട് അത് തിരിച്ചു വാങ്ങുന്നു? ബിഷപ്പിന് നാണമുണ്ടോ? ഇഷ്ടദാനം കൊടുത്ത് തിരിച്ചു വാങ്ങാൻ നാണമുണ്ടോ? അദ്ദേഹത്തിന് നാണമുള്ളതുകൊണ്ടാണ് തിരിച്ചെഴുതി വാങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം തുറന്നു പറയാം, അദ്ദേഹം അത് തിരിച്ചു വാങ്ങിയാൽ പോലും അദ്ദേഹം അത് എടുക്കാനായിരിക്കില്ല വാങ്ങുന്നത്, മറ്റേതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അതിനും ഒരു നോട്ടീസ് പീരീഡ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. 7 ദിവസത്തെ നോട്ടീസ് പീരീഡ്. ആ 7 ദിവസത്തിനുള്ളിൽ ഇവർ ഈ പറയുന്ന ചാനലുകളിലോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇട്ട വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുകയും ഒരു സോറി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, കാരണം അവർ പറഞ്ഞ വാക്കുകളിൽ മനസ്താപപ്പെട്ട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം അവിടെ അവസാനിക്കുകയാണ്. ബിഷപ്പിൻ്റെ ആവശ്യം ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തെ മനസ്സമാധാനമായിട്ട് വിടുക. പിന്നെ രേണു തന്നെ വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു, അത്ര ധൈര്യമുള്ളവരാണെങ്കിൽ അത് നിയമപരമായിട്ട് തിരിച്ചു മേടിക്കാൻ നോക്ക്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സെൻറ്റ് ഭൂമി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ട് നിങ്ങൾ കൊടുത്തിട്ട് അവർ തിരിഞ്ഞു നിന്ന് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമോ? ബിഷപ്പാണെന്നൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കുക, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കില്ല. കാരണം നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ തിരിച്ച് ചീത്ത പറയുകയാണ്. ചീത്ത പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, എന്തൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്? ഈ വാലിൻ്റെയൊക്കെ ചാനലിൽ തമ്മിൽ കാണണം, ഒരാളും സഹിക്കത്തില്ല അതൊന്നും. എന്നിട്ടും അദ്ദേഹം 7 ദിവസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. ആ 7 ദിവസം കൊണ്ട് ഇവർ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒരു സോറി പറഞ്ഞാൽ ഇത് അവസാനിക്കും. പിന്നെ അവർക്ക് അവരുടെ വഴിയായി, അദ്ദേഹത്തിൻ്റെ വഴിയായി. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഫിറോസിക്കയോട് പറയാനുള്ളത്, ഫിറോസിക്ക, നിങ്ങൾ തുടങ്ങി വെച്ച ഒരു പ്രശ്നമാണിത്. നിങ്ങൾ ആ കമൻറ്റിലൂടെ തുടങ്ങി വെച്ചൊരു പ്രശ്നമാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ആ വീട് തിരിച്ചു വാങ്ങുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ അന്ന് പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചാണ്? എല്ലാ റെസ്പെക്റ്റോടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് നിങ്ങൾ രേണുവിൻ്റെ ഒരു വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ചെയ്തു, രേണു കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വീട് തിരിച്ചു തന്നിട്ട് പോകണം എന്ന്. അന്ന് ബിഷപ്പ് ഒന്നും പറഞ്ഞില്ല, അന്ന് ബിഷപ്പ് വസ്തു തിരിച്ചു ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ? നിങ്ങളിപ്പോൾ എല്ലാം ബിഷപ്പിൻ്റെ മിസ്റ്റേക്കാണ്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വീട് വേണമെന്നില്ല, ബിഷപ്പ് അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണ് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളവിടെ ഒരു നന്മമരം കളിക്കുകയല്ലേ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇനി പലരും ചോദിക്കുന്നുണ്ട്, ബിഷപ്പ് ഈ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്നത് ശരിയാണോ എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് കൊടുത്ത ബിഷപ്പിനെ അറിയത്തുള്ളൂ. പക്ഷേ അതിനു മുൻപ് ബിഷപ്പ് അതല്ലാതെ കൊല്ലം സുധിയുടെ മക്കൾക്കല്ലാതെ ഒരു 8 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കഥ നമുക്ക് അധികം ആർക്കും അറിയില്ല. ഞാൻ പോലും അറിയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു കഥ അറിയുന്നത്. 8 കുടുംബങ്ങൾക്ക് ഇദ്ദേഹം വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമാണ് ആ വീട് ആ 8 പേർക്കും വെച്ച് കൊടുത്തിട്ടുള്ളത്. അവരുടെ ആരുടെ അടുത്തും പോയിട്ട് ഇദ്ദേഹം ഈ വസ്തു തിരിച്ചു വാങ്ങിച്ചിട്ടില്ല, വീട് തിരിച്ചു വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രശ്നവും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് രേണു സുധിക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ 8 ഫാമിലിയും ദാനം കിട്ടിയ വസ്തു പൊന്നുപോലെ നോക്കി അവിടെ ജീവിച്ചു പോകുന്നു. രേണു സുധി ആണെങ്കിലോ ദാനം കിട്ടിയ വീട്ടിൽ കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിച്ച് അത് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. ആലോചിക്കണം, സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ഇന്നലെയും പറഞ്ഞു, അവിടെ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ രേണുവിന് ഈ ഫിറോസിക്കനെ വിളിച്ചറിയിക്കാം. അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ രേണുവിന് ഈ അച്ഛനോട് പോയി പറയാം, രേണുവിൻ്റെ അച്ഛനോ ഈ അച്ഛനോട് അറിയിക്കാം, ഈ ബിഷപ്പിനോട് അറിയിക്കാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നില്ലെങ്കിൽ മാത്രം ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ രേണു അതല്ല ചെയ്തത്. രേണു അതിബുദ്ധി കാണിച്ചു. അതുകൊണ്ട് ഒരു വലിയ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തുടങ്ങിയ പ്രശ്നം ഇന്നും അവസാനിച്ചിട്ടില്ല. പിന്നെ പല ആൾക്കാരും യൂട്യൂബേഴ്സാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബേഴ്സ് കാരണമല്ല ഇതുണ്ടായത്. യൂട്യൂബേഴ്സ് ഇവരുടെ ആരുടെയും വീട്ടിൽ പോയിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് യൂട്യൂബേഴ്സ് സംസാരിക്കുന്നു ആണല്ലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണോ യൂട്യൂബേഴ്സ്? നിങ്ങളിത് ആലോചിച്ച് നോക്കുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ കാണുന്ന ആൾക്കാർക്ക് എന്താ ബോധമില്ലേ? ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചിന്തിക്കാനുള്ള ചിന്താശേഷി ഇല്ലേ? എനിക്ക് അറിയാത്തുള്ളൂ, ഞാൻ ചോദിക്കുകയാണ്. നമുക്കെന്തായാലും ഈ ഫാദറിനെ കുറിച്ച് ഒരു ചാനലിൽ വന്നൊരു വീഡിയോ, ഈ 8 കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ, അത് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. എങ്ങനെയാണ് ഫാദർ ആ കാര്യം ചെയ്തേക്കുന്നത്? ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ വേണ്ടി 8 കുടുംബങ്ങൾക്ക്, ആ 8 കുടുംബങ്ങളും ഇന്നും ജീവിക്കുന്നു അവിടെയാണ് നമ്മൾ ഫാദറിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അവരോട് ഇതുവരെയും ഫാദർ പോയിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ദാനം കൊടുത്തത് തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടെ തിരിച്ചു ചോദിക്കുന്നു? അദ്ദേഹം അത്രമാത്രം അധിക്ഷേപം നേരിട്ടത് കൊണ്ടാണ്. രേണുവിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, രേണുവിൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് പോലും. ഈ കൂട്ടുകാരിയും അച്ഛനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ളതാണ്. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ യാതൊരു ബന്ധമില്ല. ഈ കൂട്ടുകാരിനെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ്
ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് 8 കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാംതോട്ടത്തിലാണ് ഇത്തരത്തിൽ 8 കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത്. ആ ഭൂമിയിൽ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് 7 സെൻറ്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും 8 കുടുംബങ്ങൾക്കും തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന് 13-ാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് 2 വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു. കേട്ടല്ലോ, അതായത് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുക്കുന്നതിനും 2 വർഷം മുൻപ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 8 കുടുംബങ്ങൾക്ക് വേണ്ടി വസ്തു അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് 8 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ അയ്യപ്പ സേവാ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘമുണ്ട്. അവർക്ക് അയ്യപ്പ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തു. അദ്ദേഹം ഒരു പുരോഹിതനാണ്, ഒരു സഭേനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വേറൊരു മതത്തിലുള്ള ഒരാളായിട്ട് പോലും മറ്റു മതങ്ങളെല്ലാം ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറുന്നത്. ഫിറോസക്ക പോസ്റ്റ് ഇട്ടപ്പോൾ ഫിറോസക്ക വിചാരിച്ചു ഞാനൊരു നന്മമരമായിട്ട് മാറുമെന്ന്. പക്ഷേ അതിന് താഴെ വരുന്ന കമൻറ്റ് കാണുന്നുണ്ടോ? അവിടെ നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം ആ ബിഷപ്പിനെ എത്ര പേര് ചീത്ത പറയുന്നുണ്ടെന്നറിയോ? എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് നിങ്ങളൊരു വഴി ഒരുക്കുന്നത്? അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം എന്ത് ദ്രോഹമാണ് എല്ലാവർക്കും ചെയ്തത്? ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് രേണുസുധിക്ക് കൊടുത്ത പ്രോപ്പർട്ടി തിരിച്ചു വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു? തലയിൽ ആൾ താമസമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരൊറ്റ കാരണമേ ഉള്ളൂ, അദ്ദേഹം നേരിട്ട അധിക്ഷേപം. അദ്ദേഹത്തിൻ്റെ അടിമയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിറോസിക്കയുടെ അടിമയായിട്ടോ കിടക്കാണെന്ന് രേണുവിനോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാമായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്? ഓരോ ഇൻ്റർവ്യൂകളിലും പോയിരുന്നിട്ട് എന്തൊക്കെയാ ബിഷപ്പിൻ്റെ തന്തയാണോ എന്ന് വരെ രേണു ചോദിച്ചു. അതും അല്ലാണ്ട് വേറെ എന്തൊക്കെയോ വാക്കുകൾ ഈ വാല് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വാക്കുകൾ? അദ്ദേഹം അവിടെ രേണുവിൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ പറഞ്ഞു വിടുന്നത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള ലെവലിൽ പല രീതിയിലും അദ്ദേഹത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല ആൾക്കാരും. ഞാൻ പറഞ്ഞു വന്നത്, ബിഷപ്പ് എന്തുകൊണ്ട് ആ വസ്തു തിരിച്ച് ചോദിക്കുന്നു അല്ലെങ്കിൽ തിരിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. അടുത്ത 7 ദിവസത്തിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള വഴികൾ ചെയ്യുമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചത് എന്തുകൊണ്ടാണ് എന്ന് തലയിൽ ആൾ താമസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡെയിലി വന്ന് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്ക്, മനസ്സിലാവും. മറ്റ് 8 പേരോട് ആവശ്യപ്പെടാത്ത കാര്യം എന്തുകൊണ്ട് ഇവരോട് ആവശ്യപ്പെടുന്നു? അത് ആരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്? രേണു ഇല്ലെങ്കിൽ രേണുവിൻ്റെ വാല് പിടിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ട് വീഡിയോ ചെയ്യും. അവരാണ് ഒരു പക്ഷേ രേണുവിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ബിഷപ്പിനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതും അവരുടെ വീഡിയോകൾ തന്നെയാണ്. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഏതോ ഒരുത്തർക്ക് അയച്ചു കൊടുത്ത കമൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന് വായിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇതൊക്കെ കണ്ടിട്ടും ഇവരെ താങ്ങുന്ന കുറേ ടീമുകളുണ്ട്. അവരോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. ഇനി ഈ പറയുന്ന വാല്, ഞാൻ വാലെന്ന് ഉപയോഗിക്കുന്നത് എനിക്ക് ആ പേര് പറയാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ഈ വാല് കഴിഞ്ഞ ദിവസം 1-2 വാക്കുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ നല്ല പൈതൃകം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പൈതൃകം എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാർ വന്നിട്ട് അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്തത് എനിക്ക് ആ സാധനം ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? മറ്റൊരാളെ, ഒരു പരിചയമില്ലാത്ത ഒരാളെ വന്നിട്ട് മണ്ടനെന്നും പൊട്ടനെന്നും മരപ്പൊട്ടനെന്നും വിളിക്കുമ്പോൾ കേൾക്കുന്നവർ അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും അവിടെ വന്ന കമൻറ്റുകൾ ആർക്ക് എതിരായിട്ടാണെന്നുള്ളത്. ഞാനിത് പറയാത്തത് എനിക്ക് നല്ലൊരു പൈതൃകം ഉള്ളതുകൊണ്ടാണ്. അതേ വാക്കുകൾ അതേ രീതിയിൽ തിരിച്ചു പറയാത്തത്. അതല്ലാണ്ട് എനിക്കത് പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എൻ്റെ സംസ്കാരം, ഞാൻ വളർന്നു വന്ന രീതി, എന്നെ വളർത്തിയ രീതി, ഇതൊന്നും എന്നെ അതിന് സമ്മതിക്കില്ല. എനിക്കിന്നൊരു കോൾ വന്നു. ആ വീഡിയോ കണ്ടിട്ട്, മോനെ നിന്നെ അവരുടെ മടിയിലിട്ടാണോ പേരിട്ടത് എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അവർ പറഞ്ഞോട്ടെ, അവരുടെ സംസ്കാരം അവർ കാണിക്കുന്നു എന്ന് കരുതി അതേപോലെ തിരിച്ചു പറയാനാണെങ്കിൽ ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു പറയാത്തത്. അപ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ, നല്ല പൈതൃകമില്ലായ്മ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മാതിരി വാക്കുകൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിക്കില്ലായിരുന്നു. എന്തിനു പറയുന്നു? ഒരു ബിഷപ്പിനെ വിളിച്ചിരിക്കുന്നു. പിന്നെയാണോ ഞാൻ ഒരു പുരോഹിതനെ ഇത്രയും മോശമായിട്ട് അവഹേളിക്കാവുന്ന അവർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എന്തും പറയാം. അവർ പറയും, കാരണം അവരുടെ സംസ്കാരം അതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വെറുതെയല്ല രേണുസുധിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. രേണുസുധി കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ, അതും ഈ പറയുന്ന ബിഷപ്പിന് നേരെ കുറേ അധികം കാര്യങ്ങൾ രേണുസുധി പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു നോട്ടീസ് രേണുസുധിയെ തേടി പോകുന്നത്. കിട്ടിയിട്ടുണ്ടാവാം, കയ്യിൽ കിട്ടിയിട്ടുണ്ടാവാം.
എന്തായാലും അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, നമ്മൾ ആർക്കെങ്കിലും 1 രൂപയുടെ സഹായം ചെയ്തിട്ടാണോ ഈ പറയുന്നത് എന്നൊന്ന് ചിന്തിക്കുക. സ്വന്തം വസ്തു, സ്വന്തം പേരിലുള്ള പ്രോപ്പർട്ടി എഴുതി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ചെയ്ത മനുഷ്യനാണ്, ഒരാൾക്കല്ല. രേണു സുധിയ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ മക്കൾ ഉൾപ്പെടെ 9 കുടുംബങ്ങൾക്കാണ്. 9 കുടുംബങ്ങൾക്ക് കണ്ണായ സ്ഥലം തന്നെയാണ്, നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല വിലയുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ ആരെങ്കിലും കൊടുക്കുമോ? എന്തിന്? റോഡ് വൈഡനിങ്ങിന് 1 ഇഞ്ച് സ്ഥലം വിട്ടുകൊടുക്കാത്ത ആൾക്കാരുള്ള നാടാണിത്. ആ സ്ഥാനത്താണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ആ മനുഷ്യനെയാണ് സോഷ്യൽ മീഡിയ കൊത്തി വലിക്കുന്നത്. മനസ്സിലാക്കണം, ചിന്തിക്കണം. അതിനിട്ട് കൊടുത്തത് ആരാണ്? ഈ 2 സ്ത്രീകളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, കർമ്മ ഈസ് എ ബൂമറാങ്. അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് വാലിഡ് പോയിന്റ് ആയിരിക്കണം. അല്ലാതെ ചുമ്മാ അന്ധമായിട്ട് വന്നിട്ട് നീ നിൻ്റെ പണി നോക്കി പോടാ, എൻ്റെ പണി തന്നെയാണിതും, എൻ്റെ പണി തന്നെയാണ്. നിങ്ങൾ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എൻ്റെ പണി എന്നെ ചെയ്യാൻ ഒരാളും പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിൻ്റെ പണി നിനക്ക് വേറെ പണിയില്ലേ? നീ എന്തിനാ രേണു സുധിയുടെ പുറകെ നടക്കുന്നത്? രേണു സുധിയുടെ പുറകെ നടക്കുന്നില്ല, പക്ഷെ പറയേണ്ട കാര്യം പറയുക തന്നെ വേണം. അത് രേണു അല്ലെങ്കിൽ വേറൊരാൾ, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.